ഗുഡ് മോർണിംഗ്. അപ്പോൾ S5-ൻ്റെ എക്സാമൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് S6-ൻ്റെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ S5-ൻ്റെ ക്ലാസ് നടക്കുന്ന കാരണം S5-ൻ്റെ എക്സാം നടത്താൻ തീരുമാനിച്ച കാരണം S6 പെട്ടെന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും നാൾ നമ്മുടെ SBT എന്നുള്ള ഒരു സൈറ്റ് ശരിയാവാനുള്ള സമയമായിരുന്നു ഇത്രയും ലാഗ് ചെയ്യാനുള്ള കാരണം. അതെല്ലാം റെഡിയായ കാരണം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ S6-ൻ്റെ എക്സാം ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ നമുക്ക് പോർഷൻസ് നമ്മൾ ഒരുപാട് ബാക്കിലാണ്. നമ്മൾ S5-ൻ്റെ ക്ലാസ്സാണ് എപ്പോഴും എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തിരി സ്പീഡപ്പായിട്ട് നമുക്ക് പോർഷനിലേക്ക് വരാം. ട്രാൻസ്പോർട്ടേഷന് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പഠിക്കാനുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരുന്നത് ഹൈവേ അലൈൻമെൻ്റ് ആയിരുന്നു. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ സ്ലൈഡും ഒന്ന് ഓടിച്ചു നോക്കി വന്നാലോ? എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വെച്ച് പഠിച്ചതെന്നുള്ളത് എല്ലാം പറയുന്നില്ല. ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എല്ലാ മൊഡ്യൂളുകളെ പറ്റി പറഞ്ഞു. ദെൻ ടൈപ്സ് ഓഫ് സർഫസ്, അതിന് ഏതൊക്കെ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ മീഡിയംസ് ആണ് നമുക്കുള്ളത് എന്ന് പറഞ്ഞു. ദെൻ ഹിസ്റ്ററി ഓഫ് റോഡ് ഡെവലപ്മെൻറ്റിനെ പറ്റി സംസാരിച്ചു. റോഡ് ട്രാൻസ്പോർട്ടേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മറ്റുള്ള ട്രാൻസ്പോർട്ടേഷൻ മീഡിയംസിനെ അപേക്ഷിച്ച് നമ്മൾ റോഡ് ട്രാൻസ്പോർട്ടേഷനുള്ള എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഹിസ്റ്ററി ഓഫ് റോഡ് ഡെവലപ്മെൻറ്റ് ഇൻ വേൾഡ് വൈഡ്, റോഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഹിസ്റ്ററി, ഇങ്ങനെ റോമൻ റോഡ്സ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. ദെൻ കൺസ്ട്രക്ഷൻ മെത്തേഡ്സിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോഡ് കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കി. ആ ഓരോ മെത്തേഡിലും അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കി. ദെൻ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ റോഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഹിസ്റ്ററി നോക്കി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കുറേ ഇയേഴ്സ് നോക്കി. ദെൻ 20 ഇയർ റോഡ് പ്ലാൻസ് നോക്കി. ഓരോ റോഡ് പ്ലാൻസിനും പ്രത്യേകതകളും അതിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ് ബേസ്ഡ് ഓഫ് മെറ്റീരിയൽ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. പിന്നീട് നമ്മൾ ഹൈവേ അലൈൻമെൻ്റ് ആണ് നോക്കിയത്. ഹൈവേ അലൈൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന റോഡിൻ്റെ സെൻറ്റർ ലൈൻ ലേ ഔട്ട് ചെയ്യുന്നതിനെയാണ് ഹൈവേ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ നോക്കി. അതിൻ്റെ കൺട്രോളിങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി. that are obligatory points, traffic, geometric design, economics, other consideration. അപ്പോൾ എന്താണ് ഒബ്ലിഗേറ്ററി പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ്, പിന്നെ ജിയോമെട്രിക് ഡിസൈൻ എന്താണ്, അതുപോലെ തന്നെ എക്കണോമിക്കലായിട്ട് എന്താണ് നമ്മൾ നോക്കേണ്ടതെന്നും അതർ കൺസിഡറേഷൻ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. അപ്പോൾ അതിനുശേഷം ഹൈവേ അലൈൻമെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കി. അതിനുശേഷം ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്ലാനിങ് ഓഫ് ഹൈവേസ്, മാപ്പ് സ്റ്റഡി, റെക്കഗ്നൈസിംഗ് പ്രിലിമിനറി സർവേ, ഡീറ്റെയിൽ സർവേ. അപ്പോൾ ഓരോന്നിനും എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കി. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഒരു പ്ലാൻ ആൻഡ് ഡോക്യുമെന്റ്സ് ടു ബി പ്രിപ്പയർഡ് ഫോർ റോഡ് പ്രോജക്റ്റ്, ഒരു പ്രോജക്റ്റിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കി. ഇതാണ് നമ്മൾ ഇവിടെ വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് ഹൈവേ അലൈൻമെന്റിലെ ഒബ്ലിഗേറ്ററി പോയിന്റ്സും ഒബ്ലിഗേറ്ററി പോയിന്റ്സിനെ പറ്റിയാണ് നമ്മൾ നോക്കിയത്. ദെൻ നമുക്കിനി ഹൈവേ അലൈൻമെന്റിനെ സ്വാധീനിക്കുന്ന വേറൊന്നാണ് ട്രാഫിക്. ദെൻ ജിയോമെട്രിക് ഡിസൈൻ. എക്കണോമിക്സും അതർ കൺസിഡറേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ട്രാഫിക്കും ജിയോമെട്രിക് ഡിസൈനും നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ട്രാഫിക്കിൽ നമ്മൾ ട്രാഫിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാണ് പഠിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ വേറൊരു മേഖലയായിട്ട് ട്രാഫിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് പഠിക്കും. ദെൻ ജിയോമെട്രിക് ഡിസൈൻ എന്നുള്ളത് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലാണ് വരുന്നത്. അതിനകത്ത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കാരേജ് വേ, കർവ്, ഷോൾഡർ, റോഡ് മാർജിൻസ്, അങ്ങനെയുള്ള നമ്മുടെ റോഡ് എലമെന്റ്സ്, ജിയോമെട്രിക്കൽ എലമെന്റ്സ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഓരോന്നും എന്താണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിനകത്ത് നോക്കാം. ഇപ്പം നമ്മളിവിടെ നോക്കുന്നത് ട്രാഫിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഭാഗമാണ്. ഓക്കെ, ട്രാഫിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഭാഗം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് ട്രാഫിക് വോള്യൂം സ്റ്റഡി, ട്രാഫിക് ഇൻറ്റൻസിറ്റി സ്റ്റഡി, OD സ്റ്റഡി, ദെൻ റോഡ് ഇൻ്റർസെക്ഷൻ സ്റ്റഡീസ്, സൈഡ് ഡിസ്റ്റൻസ്, സ്റ്റോപ്പിംഗ് ആൻഡ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാം. ദെൻ റോട്ടറി ഐലൻഡ്സ്, ഇൻ്റർസെക്ഷൻസ് ഒക്കെയാണ് നമ്മളിവിടെ, സിഗ്നൽസ്, അങ്ങനത്തെ റോഡ് മാർക്കിങ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ട്രാഫിക് എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് എടുത്തു നോക്കാം. ട്രാഫിക് സർവേ അല്ലെങ്കിൽ ട്രാഫിക് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കാം. ട്രാഫിക് എഞ്ചിനീയറിംഗ് സ്റ്റഡീസ് ക്യാരിഡ് ഔട്ട് ഫോർ കളക്ടിങ് ട്രാഫിക് ഡാറ്റ ആർ ഓൾസോ കോൾഡ് ട്രാഫിക് സർവേസ്. നമ്മൾ
ഒരു റോഡ് പണിയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് റോഡ് പണിയുന്നതിന് വേണ്ടിയിട്ടാണ്, ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടുത്തെ ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാഫിക് സർവേ അല്ലെങ്കിൽ ട്രാഫിക് സ്റ്റഡീസ് നടത്തുന്നത്. അതായത് ഒരുപാട് വാഹനങ്ങൾ മൂവ് ചെയ്യുമ്പോൾ ആ വാഹനങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം. ഈ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ മാർഗങ്ങളാണ് നമ്മളവിടെ സ്വീകരിക്കേണ്ടതെന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പം ഏത് രീതിയിലാണ് നമ്മൾ സേഫായിട്ടും എഫിഷ്യൻ്റായിട്ടും ഒരു ട്രാഫിക് അവിടെ നടത്താൻ സാധിക്കുക എന്ന് ചിന്തിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന സർവേസ് ആണ് ട്രാഫിക് സർവേസും സ്റ്റഡീസും. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന ഒന്നാണ് ട്രാഫിക് സ്റ്റഡീസ് അല്ലെങ്കിൽ ട്രാഫിക് എഞ്ചിനീയറിംഗിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത്. ടു അനലൈസ്, ഇത് എല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. ടു അനലൈസ് ദ ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ്, എന്താണെന്ന് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. then will help in design features of road and traffic control for safe and efficient traffic movements. ഓക്കെ, അപ്പോൾ റെഡ് കളറിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. സേഫ് ആൻഡ് എഫിഷ്യൻറ്റ് ട്രാഫിക് മൂവ്മെൻറ്റ്സ് എങ്ങനെ കൊണ്ടുവരാം, അത് എങ്ങനെ ആ രീതിയിൽ നമ്മുടെ ട്രാഫിക്കിനെ എങ്ങനെ ഡിസൈൻ ചെയ്യാം, അതൊക്കെ ഡിസൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ടു ഫൈൻഡ് ദ റീസൺസ് ഫോർ ദ റോഡ് ആക്സിഡൻസ്. റോഡ് ആക്സിഡൻസ് ഉണ്ടാകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ റോഡ് ആക്സിഡൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ട്രാഫിക് നമ്മളവിടെ കൊണ്ടുവച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരുപാട് തിരക്ക് കൂടിയ സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ ആക്സിഡൻറ്റ് കൂടാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ റീസൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു റെമഡിയൽ മെഷേഴ്സ് അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ റോഡ് ആക്സിഡൻറ്റിനെ പറ്റി സ്റ്റഡി ചെയ്യുന്നതിനും then to examine the facilities provided in the road and to suggest for the improvements of road carrying capacities. നമ്മൾ റോഡിൻ്റെ ഇംപ്രൂവ്മെൻറ്റിന് അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും സജഷൻസ് അവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. ടു കളക്ട് ദ ഡാറ്റ ഫോർ സ്യൂട്ടബിൾ ജിയോമെട്രിക് ഡിസൈൻ ഓഫ് വേരിയസ് കമ്പോണൻസ് ഓഫ് റോഡ്സ്. അതുപോലെ നമ്മുടെ റോഡിൻ്റെ നമ്മൾ നെക്സ്റ്റ് പോർഷനിൽ പഠിക്കുന്നതാണ് ജിയോമെട്രിക് ഡിസൈൻ, അതിനകത്ത് പറഞ്ഞു. അപ്പോൾ അത് സ്യൂട്ടബിൾ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് അതിന് വേണ്ട ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുന്നതിന് ട്രാഫിക്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടു ഫൈൻഡ് ദ നേച്ചർ ഓഫ് ട്രാഫിക് അറ്റ് പ്രസൻറ്റ് ആൻഡ് ടു ഫോർകാസ്റ്റ് ഇറ്റ്സ് ഫ്യൂച്ചർ ട്രെൻഡ്. നമ്മുടെ റോഡിലുള്ള ട്രാഫിക്കിൻ്റെ നേച്ചർ എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിരുന്നാലാണ് നമുക്ക് ഭാവിയിൽ അവിടെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ട്രാഫിക് സർവേ നടത്തും. അതുപോലെ തന്നെ ടു ഡിറ്റർമൈൻ ദ ഫെസിലിറ്റീസ് ഫോർ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഓൺ റോഡ്. എന്തെങ്കിലും പാർക്കിംഗ് ഫെസിലിറ്റീസ് കൊണ്ടുവരണമെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ടു സജസ്റ്റ് ദ മെത്തേഡ്സ് ഫോർ കൺട്രോളിംഗ് മെഷേഴ്സ് ഫോർ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മെഷേഴ്സ് കൊണ്ടുവരണമെങ്കിൽ അത് സജസ്റ്റ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യും, ട്രാഫിക് സർവേസ് നടത്താറുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രാഫിക് സർവേ അല്ലെങ്കിൽ ട്രാഫിക് എഞ്ചിനീയറിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ആലോചിച്ച് എഴുതാവുന്ന കാര്യങ്ങളാണ്. ഒന്നും ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളില്ല, ഒന്ന് മനസ്സിലാക്കി പോവാം. ഒന്ന് ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ സേഫ് ആൻഡ് എഫിഷ്യൻറ്റ് ട്രാഫിക് മൂവ്മെൻറ്റ്സ് നടത്തുന്നതിന് വേണ്ടിയിട്ട്, റോഡ് ആക്സിഡൻറ്റ്സ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റോഡ് ക്യാരിങ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും സജഷൻസ് വെക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ജിയോമെട്രിക് ഡിസൈനിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യാൻ, നേച്ചർ ഓഫ് ട്രാഫിക് അറ്റ് പ്രസൻറ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അതനുസരിച്ചിട്ട് ഫ്യൂച്ചറിൽ നമ്മുടെ ഡിസൈൻ എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ, അതുപോലെ പാർക്കിംഗ് ഫെസിലിറ്റീസ് കൊണ്ടുവരാനും സ്പീഡ് കൺട്രോളിംഗ് മെഷേഴ്സ് കൊണ്ടുവരാനും നമ്മൾ ട്രാഫിക് സർവേ അല്ലെങ്കിൽ ട്രാഫിക് സ്റ്റഡീസ് നടത്തും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ട്രാഫിക് സർവേസ് ഓഫ് സ്റ്റഡീസിൽ എന്താണ് ചെയ്യുന്നത് എന്നാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റഡീസ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇത്രയും സ്റ്റഡീസ് ഒന്നും നിങ്ങളുടെ സിലബസിലില്ല. ഇതിൽ ട്രാഫിക് വോളിയം സ്റ്റഡി, സ്പീഡ് സ്റ്റഡീനെ നമ്മൾ സ്പോട്ട് സ്പീഡ് സ്റ്റഡി എന്നും സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡി എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡി, ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ്, ട്രാഫിക് കപ്പാസിറ്റി സ്റ്റഡീസ്, ദെൻ പാർക്കിംഗ് സ്റ്റഡി, ആക്സിഡൻറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞ് ഇത്രയും സ്റ്റഡീസാണ് നമുക്ക് പഠിക്കാൻ ഉള്ളത്. ട്രാഫിക് സർവേസ് ഓർ സ്റ്റഡീസ് എന്ന് പറഞ്ഞ് ഉള്ളത്. പക്ഷെ ഇതിനകത്ത് നമ്മുടെ സിലബസിൽ ട്രാഫിക് വോളിയം സ്റ്റഡിയും സ്പീഡ് സ്റ്റഡിയും ഒറിജിനൽ ഡെസ്റ്റിനേഷൻ സ്റ്റഡിയും മാത്രമേ ഉള്ളൂ. ആദ്യത്തെ
മൂന്നെണ്ണം. അപ്പോൾ സ്ലൈഡിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് വേണമെങ്കിൽ റെഫർ ചെയ്യാനായിട്ട് എടുക്കാം. ആദ്യത്തെ മൂന്നെണ്ണം മാത്രമാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ട്രാഫിക് വോളിയം സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ traffic volume or traffic flow is the quantity of vehicles crossing a section of road per unit time at any selected period. നമ്മളൊരു സ്ട്രെച്ച് ഓഫ് ലോഡ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ ഓഫ് റോഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ ആ ഒരു സെക്ഷനിലൂടെ എത്ര നമ്പർ ഓഫ് വാഹനങ്ങൾ, നമ്പർ ഓഫ് വെഹിക്കിൾസ് പാസ് ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ട്രാഫിക് വോളിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വെഹിക്കിൾസ് ക്രോസിങ് എ സെക്ഷൻ ഓഫ് റോഡ്. ഒരു റോഡിന്റെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിനെ എത്ര വാഹനങ്ങൾ പാസ് ചെയ്ത് പോകുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ട്രാഫിക് വോളിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ട്രാഫിക് വോളിയത്തിനെ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്പർ ഓഫ് വെഹിക്കിൾസ് പെർ അവർ, അല്ലെങ്കിൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് പെർ ഡേ, അല്ലെങ്കിൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് പെർ ട്രാഫിക് ലൈൻ. ഓക്കെ, അപ്പോൾ ഒരു മണിക്കൂറിൽ എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് അവിടെ പാസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് അതിലൂടെ പാസ് ചെയ്തിട്ടുണ്ട്, അതിനെയാണ് നമ്മൾ ട്രാഫിക് വോളിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ട്രാഫിക് എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് പാസ് ചെയ്യുന്നുണ്ടെന്നുണ്ട് കണ്ടുപിടിക്കണല്ലോ. അതായത് എത്ര പർട്ടിക്കുലർ ഇന്റർവെല്ലില് ഒരു സെക്ഷനിലൂടെ എത്ര വെഹിക്കിൾസ് പാസ് ചെയ്യുന്നു. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് മാനുവൽ മെത്തേഡും ഓട്ടോമാറ്റിക് കൗണ്ടേഴ്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ കൗണ്ടർ മെത്തേഡ്. ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ രണ്ട് മെത്തേഡും, മാനുവൽ മെത്തേഡും മെക്കാനിക്കൽ കൗണ്ടർ മെത്തേഡും. ഇനി ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ഡിറ്റക്ട് ചെയ്യേണ്ടത്, അതായത് എന്തൊക്കെയാണ് നമ്മളവിടെ എണ്ണിയെടുക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ഈ ഒരു സ്റ്റഡിയുടെ ഔട്ട്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ടൈപ്പ് വെഹിക്കിൾസ് ആണ്, അത് ടൂ വീലേഴ്സ് ആണോ, ഹെവി വെഹിക്കിൾസ് ആണോ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ആണോ പാസ് ചെയ്യുന്നത്, അത് കണ്ടുപിടിക്കും. ഒപ്പം നമ്പർ ഓഫ് വെഹിക്കിൾസ്, എത്ര വെഹിക്കിൾസ് പാസ് ചെയ്തു എന്ന് നമ്മൾ അവിടെ കണ്ടുപിടിക്കും. ദെൻ ഡയറക്ഷൻ ഓഫ് വെഹിക്കിൾസ്, ഏത് ഡയറക്ഷനിലേക്കാണ് കൂടുതൽ വെഹിക്കിൾസ് പാസ് ചെയ്തത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ട്രാഫിക് വോളിയം സ്റ്റഡിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ടൈപ്പ് ഓഫ് വെഹിക്കിൾ, നമ്പർ ഓഫ് വെഹിക്കിൾ, ഡയറക്ഷൻ ഓഫ് വെഹിക്കിൾസ്. ഓക്കെ, then counting should be done on hourly basis and peak hour flow should also be noted. അപ്പോൾ hourly basis ആയിട്ടാണ് നമ്മൾ ട്രാഫിക് വോളിയം സ്റ്റഡി നടത്തുക. ഒപ്പം നമ്മൾ പീക്ക് അവർ എന്ന് പറയുന്നത്, ഇപ്പം ചിന്തിച്ചു നോക്കൂ, രാവിലെ നമ്മൾ സ്കൂൾ ടൈം അല്ലെങ്കിൽ ഓഫീസ് ടൈമിലൊക്കെ ഒരുപാട് വാഹനങ്ങൾ റോഡിലുണ്ടായിരിക്കും. അതുപോലെ വൈകുന്നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജുകളും സ്കൂളുകളും വിടുന്ന സമയത്തും അതുപോലെ ഓഫീസ് ടൈം കഴിയുന്ന സമയത്തും ഒരുപാട് വാഹനങ്ങൾ റോഡിലുണ്ടായിരിക്കും. കമ്പയർഡ് ടു അതർ ടൈംസ്, മറ്റൊരു സമയത്തെ അപേക്ഷിച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ ആ സമയത്തുള്ള ട്രാഫിക് വോളിയം സ്റ്റഡി കൂടെ നമ്മൾ ഒപ്പം നടത്തും. പീക്ക് സമയത്ത്, പീക്ക് ടൈമിലുള്ള, അപ്പോൾ ആ ടൈമിനെയാണ് നമ്മൾ പീക്ക് ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പീക്ക് ടൈമിലുള്ള ട്രാഫിക് വോളിയം സ്റ്റഡിയും നമ്മൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡാണുള്ളത്. ഒന്ന് മാനുവൽ മെത്തേഡും ദെൻ മെക്കാനിക്കൽ കൗണ്ടർ മെത്തേഡും. മാനുവൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, കുറച്ച് ആളുകൾ തന്നെ, നമ്മളെ പോലെയുള്ള ആളുകൾ തന്നെ ഇതുപോലെ ചെന്ന് നിന്നിട്ട് 24 മണിക്കൂറിലുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അത് മാനുവലി നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിലൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് വെഹിക്കിൾസിൻ്റെയും ടൈപ്പ് ഓഫ് വെഹിക്കിൾസിൻ്റെയും ഡയറക്ഷൻ ഓഫ് വെഹിക്കിൾ നോട്ട് ചെയ്യുക എന്നുള്ളതാണ് മാനുവൽ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരിക്കും അല്ലേ. അപ്പോൾ അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറൊരു മെത്തേഡാണ് മെക്കാനിക്കൽ കൗണ്ടർ മെത്തേഡ്. അപ്പോൾ അതായത് അവിടെ എന്തെങ്കിലും നമ്പേഴ്സ് കൗണ്ട് ചെയ്യാനായിട്ട്, മെക്കാനിക്കൽ കൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ മെക്കാനിക്കൽ കൗണ്ടർ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ മെക്കാനിക്കൽ കൗണ്ടർ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നമ്പർ ഓഫ് വെഹിക്കിൾസ്, ആ സെക്ഷനിലൂടെ പാസ് ചെയ്തു പോകുന്ന നമ്പർ ഓഫ് വെഹിക്കിൾസിനെ ഓട്ടോമാറ്റിക്കലി ആ മെക്കാനിക്കൽ കൗണ്ടർ റെക്കോർഡ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ദെൻ pneumatic hose placed across the road get actuated when vehicle moves over it. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ന്യൂമാറ്റിക് ഹോസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ മെക്കാനിക്കൽ കൗണ്ടേഴ്സ് ആണ്. അത് ഈ റോഡിന് അക്രോസ് ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യും. അപ്പം ഇതിന് മുകളിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആക്ച്വേറ്റഡ് ആയിട്ട് അതിനുള്ള മുകളിലൂടെ പാസ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആക്ച്വേറ്റഡ് ആവും.
എന്നിട്ട് അത് എത്രയാണെന്നുള്ളത് അത് ഓട്ടോമാറ്റിക്കലി അതിൽ കൗണ്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ലൈറ്റർ വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ് കാനോട്ട് ബി കൗണ്ടഡ് ബൈ ദിസ് മെത്തേഡ്. അപ്പോൾ ഈ മെക്കാനിക്കൽ മെത്തേഡ് ആകുമ്പോൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ലൈറ്റർ വെഹിക്കിൾസിനെയും പെഡസ്ട്രിയൻസിനെയും ഒന്നും കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ആദ്യം നമ്മൾ ട്രാഫിക് സർവേയിൽ പഠിച്ചത് നമ്മൾ എന്തായിരുന്നു? ട്രാഫിക് വോളിയം സ്റ്റഡി. ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു പെർട്ടിക്കുലർ സെക്ഷനിലൂടെ പാസ് ചെയ്തു പോകുന്ന ക്വാണ്ടിറ്റി ഓഫ് വെഹിക്കിൾസ് ആണ് ട്രാഫിക് വോളിയം. ഇത് കണ്ടുപിടിക്കുന്നത് മാനുവൽ മെത്തേഡ് വെച്ചും മെക്കാനിക്കൽ കൗണ്ടർ മെത്തേഡ് വെച്ചും. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ട്രാഫിക് സർവേ ആണ് സ്പീഡ് സ്റ്റഡീസ്. അതായത് നമ്മുടെ ഇപ്പോൾ സ്പീഡിലുള്ള ട്രെൻഡ്, ജനറൽ ട്രെൻഡ്സ് സ്പീഡ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് സർവേ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്പീഡ് എന്ന് പറയുന്നത്, വാഹനം ഓടിക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് ടൈം ടു ടൈം വെച്ചായാലും അല്ലെങ്കിൽ പ്ലേസ് ടു പ്ലേസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകുന്ന അതേ സ്പീഡിലായിരിക്കില്ല നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുന്നത്. അതുപോലെ ഒരു ടൈമിൽ നമ്മൾ പോകുന്ന സ്പീഡിലായിരിക്കില്ല വേറൊരു ടൈമിൽ പോകാം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ധൃതി പിടിച്ച് പോകുന്ന ടൈമിൽ, ഇപ്പോൾ പീക്ക് അവറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സ്പീഡിലായിരിക്കും പോവുക. നമുക്ക് പെട്ടെന്ന് ഓഫീസിലെത്തണം അല്ലെങ്കിൽ പെട്ടെന്ന് കോളേജിലെത്തണം. ആ സമയത്തൊക്കെ നമ്മൾ വളരെ അധികം സ്പീഡിലായിരിക്കും വാഹനങ്ങൾ ഓടിക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ സ്പീഡിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് സർവേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ജിയോമെട്രിക് ഫീച്ചേഴ്സ് ഓഫ് റോഡ് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ട്രാഫിക് റെഗുലേഷൻസ് ആൻഡ് കൺട്രോൾസ്, ട്രാഫിക് വോളിയം, പർപ്പസ് ഓഫ് ട്രിപ്പ്, ടൈം ഓഫ് ട്രാവൽ, climatic and environmental factors, type of vehicle, load and its condition, characteristics of driver. നിങ്ങൾക്ക് സ്ലൈഡ് നിങ്ങൾക്ക് ഈ പോയിന്റ്സ് വായിച്ചാൽ തന്നെ അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവും. ഒന്ന്, ജിയോമെട്രിക് ഫീച്ചേഴ്സ് ഓഫ് റോഡ്, റോഡിൻ്റെ എന്തെങ്കിലും ജിയോമെട്രിക് ഫീച്ചേഴ്സ് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യാം അല്ലേ. ദെൻ ട്രാഫിക് റെഗുലേഷൻസ് ആൻഡ് കൺട്രോൾ. ഇപ്പോൾ നമുക്കറിയാം റോഡ് നമ്മളിനി പഠിക്കാൻ പോകുന്നതാണ് സിഗ്നൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ നമുക്കൊന്ന് ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. സ്പീഡ് ഈ ട്രാഫിക് സിഗ്നൽസിനും മറ്റതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ദെൻ ട്രാഫിക് വോളിയം, ഒരുപാട് കൺജസ്റ്റഡ് തിരക്ക് കൂടിയ സിറ്റിയിലൊക്കെ നമുക്ക് ഒരുപാട് സ്പീഡിലൊന്നും പോകാനായിട്ട് സാധിക്കില്ല. ദെൻ പർപ്പസ് ഓഫ് ട്രിപ്പ്, നമ്മൾ ജസ്റ്റ് പ്ലഷറിന് വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡിലൊന്നും പോവില്ല. ജസ്റ്റ് ആസ്വദിക്കാനാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ വളരെ പതുക്കെ മൂവ് ചെയ്യായിരിക്കും ചെയ്യുക. പക്ഷെ അതല്ല, എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ വാഹനങ്ങൾ ഓടിക്കുക അല്ലേ. ദെൻ ടൈം ഓഫ് ട്രാവൽ, നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ ഒരുപാട് സമയം ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കിയായിരിക്കും പോവുക. അല്ല വളരെ പെട്ടെന്ന് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡിലായിരിക്കും പോകുന്നുണ്ടാവുക. അതുപോലെ ക്ലൈമാറ്റിക് ആൻഡ് എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ്, ദെൻ ടൈപ്പ് ഓഫ് വെഹിക്കിൾ, ലോഡ് ആൻഡ് ഇറ്റ്സ് കണ്ടീഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡ്രൈവർ. അവസാനമായിട്ട് ഡ്രൈവറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർക്ക് വളരെ സ്പീഡിൽ ഓടിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്കോ പതുക്കെ ഓടിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പം ഇതിന് ഇത്രയും ഫാക്ടേഴ്സിനെല്ലാം സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് സ്പീഡ് സ്റ്റഡീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാണ് സ്പോട്ട് സ്പീഡ് സ്റ്റഡി, ദെൻ സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡി. അപ്പോൾ ഈ സ്പോട്ട് സ്പീഡ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്പോട്ട് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്. ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ ആ വാഹനത്തിൻ്റെ അപ്പോൾ ഉള്ള സ്പീഡ്, അതിനെയാണ് നമ്മൾ സ്പോട്ട് സ്പീഡ് എന്ന് പറയുന്നത്. ഇനി അതെന്തിനാണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു ഡിസൈഡ് ദ സ്പീഡ് ട്രെൻഡ്സ്, ടു ഡിസൈൻ ഓർ റീഡിസൈൻ വേരിയസ് ജിയോമെട്രിക് എലമെന്റ്സ് ഓഫ് റോഡ്. എന്തെങ്കിലും നമ്മുടെ ജിയോമെട്രിക്കൽ എലമെന്റ്സ് റീഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ സ്പോട്ട് സ്പീഡ് സ്റ്റഡി നടത്തും. അതുപോലെ ട്രാഫിക് കൺട്രോൾ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് ട്രാഫിക് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പോട്ട് സ്പീഡ് സ്റ്റഡീസിൽ ഡാറ്റാസ് എടുക്കാറുണ്ട്. അതുപോലെ റോഡ് ആക്സിഡൻറ്റ്സ് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ എന്തെങ്കിലും ഓൾട്ടർനേഷൻ അവിടെ കൊണ്ടുവരണം, എക്സിസ്റ്റിംഗ് ഹൈവേയിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻ കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ ഡാറ്റാസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പോട്ട് സ്പീഡ് സ്റ്റഡി യൂസ് ചെയ്യും. അതുപോലെ ഡ്രൈവേഴ്സിൻ്റെ ഡ്രൈവിംഗ് ബിഹേവിയർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പോട്ട് സ്പീഡ് സ്റ്റഡീസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഇത് ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇനി അടുത്തതാണ് സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡി. ഈ സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഫിക്സഡ് ഡിലേയ്സ് ഉണ്ട്, ഓപ്പറേഷണൽ ഡിലേയ്സ് ഉണ്ട്. ഈ ഫിക്സഡ് ഡിലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഫിക്സഡ് ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. അതായത് ഇപ്പോൾ ട്രാഫിക് സിഗ്നൽ വരികയാണെങ്കിൽ അവിടെ ഡിലേ ഉണ്ടാവും അല്ലേ ടൈമിൽ. അതുപോലെ ലെവൽ ക്രോസിങ്സ് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലേ, അവിടെ ഒരു ഡിലേ വരും. ലെവൽ ക്രോസിങ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഡിലേ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും, ഇത്ര സമയം അവിടെ വേസ്റ്റേജ് ഉണ്ടാവും, ഡിലേ ഉണ്ടാവും എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അത്തരത്തിലുള്ള ഡിലേസിനെയാണ് നമ്മൾ ഫിക്സഡ് ഡിലേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് ഓപ്പറേഷണൽ ഡിലേസ്. ഓപ്പറേഷണൽ ഡിലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ മുന്നിലുള്ള വാഹനം ടേൺ ചെയ്യുമ്പോൾ അവിടെ ഒരു ഡിലേ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളൊന്ന് ബ്രേക്ക് ചെയ്ത് കുറച്ചേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, ആ വാഹനം ടേൺ ചെയ്തിട്ട് പോകുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി എന്തെങ്കിലും പാർക്കിങ്ങിലേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ചെറിയൊരു ഡിലേ വരും. അതുപോലെ എന്തെങ്കിലും പെഡസ്ട്രിയൻസ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ നിർത്തി കൊടുക്കുക, അവർക്ക് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിർത്തി കൊടുക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഡിലേസിനെയാണ് നമ്മൾ ഓപ്പറേഷണൽ ഡിലേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡി നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു നോ അബൌട്ട് റണ്ണിങ് സ്പീഡ്, ഫ്ലക്ച്വേഷൻസ് ഇൻ സ്പീഡ്, റണ്ണിങ് സ്പീഡും അല്ലെങ്കിൽ സ്പീഡിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ലൊക്കേഷൻ ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ഡിലേസ്, ഡിലേ ഉണ്ടാകുന്ന ലൊക്കേഷനും എത്ര നേരം അവിടെ ഡിലേ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ഓവറോൾ ട്രാവൽ സ്പീഡ് ബിറ്റ്വീൻ ടു ഡിസൈർഡ് ലൊക്കേഷൻസ്, രണ്ട് ലൊക്കേഷൻ തമ്മിലുള്ള ട്രാവൽ സ്പീഡ് മനസ്സിലാക്കാം. ദെൻ ടൈപ്പ് ഓഫ് ഡിലേ, ലൊക്കേഷൻ, ഡ്യൂറേഷൻ ആൻഡ് ഫ്രീക്വൻസി ഓഫ് സച്ച് ഡിലേസ്, എന്ത് ടൈപ്പിലുള്ള ഡിലേ ആണ്, ഏത് ടൈപ്പിലുള്ള ലൊക്കേഷനാണ്, ദെൻ ഡ്യൂറേഷൻ എത്രയാണെന്നൊക്കെ മനസ്സിലാക്കാം. ടു ഐഡന്റിഫൈ ലൊക്കേഷൻ ഓഫ് കൺജഷൻ, ഏറ്റവും കൂടുതൽ തിരക്ക് പിടിച്ച സ്ഥലം ഏതാണ് അല്ലെങ്കിൽ ലൊക്കേഷൻ ഏതാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡീസ് നടത്തുന്നത്. ഓക്കെ, ഇനി ഒറിജിനൽ ഡെസ്റ്റിനേഷൻ സ്റ്റഡീസിന്റെ ഒബ്ജക്റ്റീവ്സ്. അടുത്ത സ്റ്റഡിയാണ് ഒറിജിനൽ ഡെസ്റ്റിനേഷൻ സ്റ്റഡി. നമ്മളിവിടെ പറഞ്ഞിരുന്നു, നമ്മൾ ട്രാഫിക് വോളിയം സ്റ്റഡി നോക്കി, സ്പീഡ് സ്റ്റഡിയിൽ രണ്ടെണ്ണം നോക്കി, സ്പോട്ട് സ്പീഡ് സ്റ്റഡി, സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡി. ഈ സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡിയിൽ തന്നെ ഫിക്സഡ് ഡിലേ ഉണ്ട്, ഓപ്പറേഷൻ ഡിലേ ഉണ്ട്, അത് നോക്കി. ദെൻ ഒറിജിനൽ ഡെസ്റ്റിനേഷൻ സ്റ്റഡിയാണ് നമ്മളിനി നോക്കുന്നത്. ഈ ഒറിജിനൽ ഡെസ്റ്റിനേഷൻ സ്റ്റഡി എന്ന് പറയുന്നത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയി നിൽക്കുന്ന നമ്മുടെ ട്രാഫിക് സിസ്റ്റത്തിലും ഹൈവേ സിസ്റ്റത്തിലൊക്കെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർവേ ആണ് ഒറിജിനൽ ഡെസ്റ്റിനേഷൻ സർവേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ റെക്കോർഡ്സ് ദി നമ്പർ ഓഫ് വെഹിക്കുലർ ട്രാഫിക് ഒറിജിൻസ് ആൻഡ് ഡെസ്റ്റിനേഷൻ. ഒറിജിൻ, അതായത് നമ്മൾ ട്രിപ്പ് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഒറിജിൻ ഉണ്ടായിരിക്കും, അതിനൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അത് എങ്ങോട്ടാണെന്നാണ് നമ്മളിവിടെ ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. പർപ്പസ് ഓഫ് ഈച്ച് ട്രിപ്പ്, ഓരോ ട്രിപ്പും എന്തിനു വേണ്ടിയിട്ടാണ്, നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ട്രാവലിംഗ് ഈച്ച് ട്രിപ്പ്, അതൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റഡീസിൽ നോട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടു എസ്റ്റാബ്ലിഷ് ദ പ്രിഫറൻഷ്യൽ റൂട്ട്സ് ഫോർ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് വെഹിക്കിൾസ്, to decide the location of new bridges or tunnels as per demand and intensity of traffic, to decide the location of new road parking place, to decide about one-way traffic, to regulate the movement of heavy vehicle, to regulate the movement of slow-moving vehicles, and also to decide about the stopping of slow-moving vehicles for certain hours. ഈ ഒറിജിനൽ ഡെസ്റ്റിനേഷൻ സ്റ്റഡി നടത്തുന്നത് വഴി നമുക്ക് നമ്മുടെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് വെഹിക്കിൾസിന് പ്രിഫറൻഷ്യൽ ആയിട്ടുള്ള റൂട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ ഏതെങ്കിലും ലൊക്കേഷനിൽ നമ്മൾ ബ്രിഡ്ജോ ടണലോ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് പറ്റും. ദെൻ ഏതെങ്കിലും പുതിയ റോഡ് വേണം, അപ്പം ഒരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന പോർഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒറിജിനൽ ഡെസ്റ്റിനേഷൻ സ്റ്റഡി നടത്താം. പിന്നെ എന്തെങ്കിലും വൺ വേ ട്രാഫിക് കൊണ്ടുവരണമെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ഹെവി വെഹിക്കിൾസിന്റെ മൂവ്മെന്റ് റെഗുലേറ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഒറിജിനൽ ഡെസ്റ്റിനേഷൻ സ്റ്റഡി സാധാരണ നടത്താറുള്ളത്. അപ്പോൾ ഈ ഒറിജിനൽ ഡെസ്റ്റിനേഷൻ സ്റ്റഡി നടത്താനായിട്ട് നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. 5 സ്ക്രീനിൽ കാണുന്നത് പോലെ 5 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. റോഡ് സൈഡ് ഇന്റർവ്യൂ മെത്തേഡ്, ലൈസൻസ് പ്ലേറ്റ് മെത്തേഡ്, റിട്ടേൺ പോസ്റ്റ് കാർഡ് മെത്തേഡ്, ടാഗ് ഓൺ കാർ മെത്തേഡ്, ഹോം ഇന്റർവ്യൂ മെത്തേഡ്. ഇത്രയും മെത്തേഡുകളാണുള്ളത്. ഇതെന്താണ് പഠിക്കേണ്ടത് നമ്മുടെ സിലബസിൽ ഇല്ലാത്ത കാരണം ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാനെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം. ഒറിജിനൽ ഡെസ്റ്റിനേഷൻ സ്റ്റഡി
നടത്താനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, 5 മെത്തേഡാണുള്ളത്. ദെൻ ബാക്കിയുള്ള നമ്മുടെ ട്രാഫിക് സർവേ സ്റ്റഡീസ് ആണ് ഈ കാണുന്നത്. അതായത് ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ജസ്റ്റ് ഒന്ന് ഡൈവേർജിങ്, മെർജിങ്, ക്രോസിങ്സ് ആർ ദ ബേസിക് ട്രാഫിക് മാനോവേഴ്സ്. അപ്പോൾ ഡൈവേർജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു മെയിൻ റോഡിൽ നിന്ന് സബ് റോഡിലേക്ക് വാഹനം ടേൺ ചെയ്ത് പോകുന്നതിന് നമുക്ക് ഡൈവേർജിങ് എന്ന് പറയാം. ഇനി ഇവിടെ മെർജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഒരു വാഹനം കൂടിച്ചേർന്ന് പോകുന്നതിന് നമുക്ക് മെർജിങ് എന്ന് പറയാം. ദെൻ ക്രോസിംഗ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റോഡ്, മെയിൻ ആയിട്ടുള്ള 2 റോഡുകൾ ക്രോസ് ചെയ്ത് പോവുക. അപ്പോൾ ഇതുമാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ട്രാഫിക് മാനോവേഴ്സ്: ഡൈവേർജിങ്, മെർജിങ്, ക്രോസിംഗ്. അപ്പം ഇത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഒരുപാട് പറഞ്ഞ് സമയം കളയുന്നില്ല. വേണമെന്നുള്ളവർക്ക് അത് ജസ്റ്റ് വായിച്ചു പോവാം കേട്ടോ. ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നത് റെഗുലേഷൻസ് ഓഫ് ട്രാഫിക് ആണ്. സ്പീഡ് കൂടുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂള് തീരും ഏകദേശം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ മൊഡ്യൂളിലെ കുറച്ച് പോർഷൻസ് രണ്ടാമത്തെ മൊഡ്യൂളിലുണ്ട്, പിന്നെ രണ്ടാമത്തെ മൊഡ്യൂളിലെ കുറച്ച് പോർഷൻസ് ഒന്നാമത്തെ മൊഡ്യൂളിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ ഇപ്പൊ നേരത്തെ തന്നെ ഞാൻ സിലബസ് കാണിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഇത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ ഒരു രീതിയിൽ അപ്പൊ സെക്കൻഡ് മൊഡ്യൂളും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1, 2 തീർന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു പോർഷൻസ് കൂടിയാണ് ഞാനിവിടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് ജിയോമെട്രിക് ഡിസൈനും അതുപോലെ തന്നെ റോഡ് കൺസ്ട്രക്ഷനുമാണ്. പല ടൈപ്പുള്ള റോഡ് നമ്മൾ പഠിച്ചില്ലേ, എർത്ത് റോഡ്, ഗ്രാവൽ റോഡ്, ബിറ്റുമിൻ റോഡ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ. അപ്പൊ അതിനൊക്കെ കൺസ്ട്രക്ഷൻ ആണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ 1, 2 മൊഡ്യൂൾ തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൈവേ ആയി ബന്ധപ്പെട്ടുള്ള എല്ലാ പോർഷൻസും തീരും. തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് പിന്നെ റെയിലാണ്, ഫോർത്ത് ബ്രിഡ്ജാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് റെഗുലേഷൻസ് ഓഫ് ട്രാഫിക്, അതായത് ട്രാഫിക്കിനെ എങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിനുള്ള മാർഗങ്ങളാണ് റോഡ് ജംഗ്ഷൻസ്, ട്രാഫിക് ഐലാൻഡ്സ്, ട്രാഫിക് സൈൻസ്, ഗ്രേഡ് സെപ്പറേഷൻസ് ആൻഡ് പേയ്മെന്റ് മാർക്കിങ്സ്. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ റോഡ് ജംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് വിൽ ക്രോസ് other or join with one another. Road junctions are places where 2 or more roads meet or cross each other at different angles. ഒരു റോഡ് വേറൊരു റോഡിനെ ക്രോസ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ റോഡ് ജംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു ജംഗ്ഷൻ അല്ലെങ്കിൽ ഇന്റർസെക്ഷൻ ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഫാർ ആസ് പോസിബിൾ അറ്റ് റൈറ്റ് ആംഗിൾസ്. റൈറ്റ് ആംഗിളിൽ ക്രോസ് ചെയ്യുന്നതാണ് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ളത്. ദെൻ ദ ട്രാഫിക് ഇൻ ദ മെയിൻ റോഡ് ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ്. അതുപോലെ മെയിൻ റോഡിലെ ട്രാഫിക് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അപ്പോൾ അതായത് മെയിൻ റോഡിലുള്ള വാഹനങ്ങളുടെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കരുത് മറ്റു റോഡിലുള്ള വാഹനങ്ങൾ മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ട്രാഫിക് കൺജഷൻ വരും അല്ലേ. ദെൻ ദ ട്രാഫിക് ഫ്രം ദ ബ്രാഞ്ച് റോഡ് ബി ഡൈവേർട്ടഡ് പോസിബിൾ ഓൺ ഓവർ ബ്രിഡ്ജസ് ഓർ അണ്ടർ ബ്രിഡ്ജസ്. ഓക്കെ, അതിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഓവർ ബ്രിഡ്ജോ അണ്ടർ ബ്രിഡ്ജോ കൊടുത്തിട്ടുണ്ടാകണം. പ്രോപ്പർ വിസിബിലിറ്റി ഷുഡ് ബി പ്രൊവൈഡഡ്. നല്ല വിസിബിലിറ്റി ഉണ്ടായിരിക്കണം. ബ്രാഞ്ച് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങളെ നല്ലതുപോലെ കാണാനായിട്ട് സാധിക്കണം. ദെൻ പ്രോപ്പർ പെഡസ്ട്രിയൻ ക്രോസിംഗ് ഷുഡ് ബി പ്രൊവൈഡഡ്. ക്രോസിങ്സ്, പെഡസ്ട്രിയൻസിനുള്ള ക്രോസിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. റൗണ്ട് അബൌട്ട്സ് ഓർ റൗണ്ട് ഐലാൻഡ്സ് ഷുഡ് ബി പ്രൊവൈഡഡ് എസ്പെഷ്യലി വെൻ മോർ ദാൻ 3 റോഡ്സ് ക്രോസ്. 3-ലധികം റോഡുകൾ ക്രോസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ റൗണ്ട് അബൌട്ട് കൊടുത്തിട്ടുണ്ടാണ്. അപ്പൊ അതെന്താണ് നമ്മൾ അടുത്തത് നോക്കൂ കേട്ടോ, പറയാം. അപ്പൊ നമ്മുടെ റോഡ് ജംഗ്ഷൻസിൽ വരുന്ന ഡിഫറെന്റ് ക്ലാസ്സസ് ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. സ്ക്വയർ ജംഗ്ഷൻ, അക്യൂട്ട് ജംഗ്ഷൻ, ടി ജംഗ്ഷൻ, വൈ ജംഗ്ഷൻ, സ്റ്റാഗർഡ് ജംഗ്ഷൻ ആൻഡ് മൾട്ടിപ്പിൾ ജംഗ്ഷൻ. ഇതൊക്കെ അതിന്റെ ഷേപ്പ് വെച്ച് പറയുന്നതാ. നിങ്ങൾക്ക് ഫിഗറിൽ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഇതൊരു സ്ക്വയർ ജംഗ്ഷനാ. അതായത് 2 റോഡ് റൈറ്റ് ആംഗിൾ ആയിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പൊ രണ്ടിനും ഈക്വൽ വിഡ്ത്ത് ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ സ്ക്വയർ ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. when 2 roads meet or cross each other at right angles which are having equal width. ഈക്വൽ വിഡ്ത്തിലുള്ള 2 റോഡുകൾ റൈറ്റ് ആംഗിളിൽ ക്രോസ് ചെയ്യുമ്പോഴാണ് സ്ക്വയർ ജംഗ്ഷൻ കിട്ടുന്നത്. then acute junction എന്താണ്? These are the junctions where 2 main roads meet or cross each other
ആൻഡ് ആംഗിൾ അതർ ദാൻ റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ ആയിട്ടായിരിക്കില്ല ക്രോസ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അക്യൂട്ട് ജംഗ്ഷൻ ആണ്. ദെൻ ടി ജംഗ്ഷൻ. ടി ജംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ these are the junctions where two main roads meet or cross each other and angles other than a right angle. ഇവിടെ ടി ഷേപ്പിലായിരിക്കും. ഇതല്ല കേട്ടോ, സോറി, ഇത് തെറ്റിപ്പോയതാണ്. ഇത് സെയിം കോപ്പി ചെയ്തതാണ്, നമുക്കിത് വേണ്ട. ഈ ഒരു ഷേപ്പ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ. ദെൻ അടുത്തത് വൈ ജംഗ്ഷൻ. വൈ ജംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മുടെ ജംഗ്ഷൻസ് ഉണ്ടായിരിക്കുക. ദെൻ സ്റ്റാഗേർഡ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് റോഡ് ഉണ്ട്, പക്ഷെ അത് റൈറ്റ് ആംഗിളിലല്ല. ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഇവിടെ മെയിൻ റോഡ് ഉണ്ട്, ഈ ബ്രാഞ്ച് റോഡും ഒരേ ലൈനിലായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്നതാണ് സ്റ്റാഗേർഡ് ജംഗ്ഷൻ. ദെൻ മൾട്ടിപ്പിൾ ജംഗ്ഷൻ, അതായത് രണ്ടിലധികം റോഡുകൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ ഒരു ജംഗ്ഷനെ പറയുന്നതാണ് മൾട്ടിപ്പിൾ ജംഗ്ഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ റോഡ് ജംഗ്ഷൻസിൽ നോക്കാനുള്ളത്. ഇനി അടുത്തത് ട്രാഫിക് ഐലാൻഡ്സ് ആണ്. ട്രാഫിക് ഐലാൻഡ്സിനെ തന്നെയാണ് നമ്മൾ റോട്ടറീസ് അല്ലെങ്കിൽ റൗണ്ട് അബൌട്ട്സ് എന്നൊക്കെ പറയുന്നത്. റോട്ടറീസ് അല്ലെങ്കിൽ റൗണ്ട് അബൌട്ട്സ് എന്ന് പറയുന്നത് ട്രാഫിക് ഐലാൻഡ്സിനെയാണ്. ഇത് നമ്മൾ എന്താ വെച്ചാൽ എല്ലാ റോഡുകൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോസിങ്സ്, റൈറ്റ് ആംഗിളിലുള്ള ക്രോസിങ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ട്രാഫിക് ഐലാൻഡ്സ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇതും ഷേപ്പിനനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമുക്കുള്ളത്. സർക്കുലർ, എലിപ്റ്റിക്കൽ, റോംബസ്, ടർബൈൻ, ടാൻജന്റ് ഷേപ്പ്. അപ്പോൾ സർക്കുലർ ഐലൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഐലൻഡ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് റോഡുകൾ, ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് റോഡുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ സെൻട്രലിൽ ഈ ഒരു ഐലാൻഡ് കൊടുക്കുന്നത്. ഓക്കെ, ഫിഗറിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. സെന്ററിൽ ഇതുപോലൊരു ഐലാൻഡ് കൊടുക്കും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള മൂവ്മെന്റ് ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ, അടുത്തതാണ് എലിപ്റ്റിക്കൽ ഐലാൻഡ്. അപ്പൊ ഇവിടെ ഈ ഒരു സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത് എലിപ്റ്റിക്കൽ ഷേപ്പ് ആയിരിക്കും. ഇത് എപ്പോഴാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു റോഡ് മറ്റു റോഡിനെ അപേക്ഷിച്ച് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആകുമ്പോഴാണ് നമ്മൾ, അതായത് നേരത്തെ കേസിൽ രണ്ട് റോഡും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, പക്ഷെ ഇവിടെ ഏതെങ്കിലും ഒന്ന് മാത്രം ഇമ്പോർട്ടൻ്റ് ആകുമ്പോഴാണ് നമ്മൾ എലിപ്റ്റിക്കൽ ഐലാൻഡ് കൊടുക്കുന്നത്. ദെൻ റോംബസ് ഐലാൻഡ് എന്ന് പറയുന്നത് സിമിലർ ടു എലിപ്റ്റിക്കൽ ഐലാൻഡ് തന്നെയാണ്, ബട്ട് ദ ഷേപ്പ് ഈസ് ലൈക്ക് എ റോംബസ്, അത്രയേ ഉള്ളൂ, ഷേപ്പിലുള്ള വ്യത്യാസം മാത്രം. ദെൻ ടർബൈൻ ഐലൻഡ് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പിലുള്ള ഐലൻഡിനെയാണ് നമ്മൾ ടർബൈൻ ഐലൻഡ് എന്ന് പറയുന്നത്. ടർബൈൻ ഐലൻഡിന്റെ ഫിഗർ ഇല്ല, നോക്കി. In this island, traffic is forced to slow down while entering the rotary as it has to take a left-hand turn. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള ഐലൻഡ്സിനെയാണ് നമ്മൾ ടർബൈൻ ഐലൻഡ് എന്ന് പറയുക. അതായത് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ലെഫ്റ്റ് ഹാൻഡ് ടേൺ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഐലൻഡിലുള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ടർബൈൻ, നമ്മൾ ഹൈഡ്രോളിക്സിലൊക്കെ ടർബൈൻ പഠിച്ചിട്ടില്ലേ, അപ്പോൾ ആ ടർബൈൻ മൂവ്മെന്റ് പോലെയാണുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ടർബൈൻ ഐലൻഡ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരും. ലീവ് ചെയ്യുമ്പോൾ അതൊരു ടാൻജൻഷ്യൽ എക്സിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതിനടുത്ത ഐലൻഡ് ആണ് ടാൻജന്റ് ഷേപ്പ് ഐലൻഡ്. Here more than two roads enter a rotary and leave it tangentially. ആ കേസിൽ നമ്മൾ ടാൻജന്റ് ഷേപ്പ് ഐലൻഡ് ആണ് പ്രൊവൈഡ് ചെയ്യുക, രണ്ടിൽ കൂടുതൽ റോഡുകൾ മീറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഇത്രയും ഐലൻഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്.
അടുത്തത് നമ്മൾക്ക് പഠിക്കാനുള്ളത് ട്രാഫിക് സൈൻസ് ആണ്. അതായത് ട്രാഫിക് സിഗ്നൽസ് ഇല്ലേ, അത് എന്താണെന്നാണ്. അപ്പോൾ അതിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ടു കമാൻഡ് ദി അറ്റൻഷൻ, നമുക്ക് ഒരു ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ടു മേക്ക് ഇറ്റ്സ് മീനിങ് ക്ലിയർ അറ്റ് എ പ്ലേസ്, ടു അലൗ ദ റിക്വയർഡ് റെസ്പോൺസ് ടൈം, ടു എൻഷുർ റെസ്പെക്ട് ഫ്രം ഓൾ റോഡ് യൂസേഴ്സ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ എല്ലാ റോഡ് യൂസേഴ്സിൽ നിന്നൊരു റെസ്പെക്ട് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഒരു നല്ലൊരു ഡിസിപ്ലിൻ ആയിട്ട് നമ്മൾ വാഹനം ഓടിക്കാൻ ശീലിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ. മാത്രമല്ല അതൊരു ആക്സിഡൻറ്റ്, നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് കുറച്ചുകൊണ്ട്, നമ്പർ ഓഫ് കൺജഷൻസ് കുറച്ചുകൊണ്ട് ഈക്വലി എല്ലാവർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ട്രാഫിക് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ട്രാഫിക് സിഗ്നൽസ്, ഇത് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മളെല്ലാവരും മിക്ക ആൾക്കാരും ലൈസൻസ് എടുത്തവരായിരിക്കും അല്ലേ. അപ്പോൾ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാവുന്നതിന് വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബുക്കിനകത്ത് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നുകൂടെ നന്നായിട്ട് അറിയുന്ന പോർഷൻസ് ആയിരിക്കും. ട്രാഫിക് സയൻസിൻ്റെ ടൈപ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഒന്ന്, വാർണിംഗ് സൈൻസ് ഓർ കോഷണറി സൈൻസ്, മാൻഡേറ്ററി സൈൻസ് ഓർ റെഗുലേറ്ററി സൈൻസ്, പ്രൊഹിബിറ്ററി സൈൻസ്, ഇൻഫോർമേറ്ററി സൈൻസ് ആൻഡ് ടെമ്പററി സൈൻസ്. ഇത്രയും ട്രാഫിക് സൈൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ട്രാഫിക് സൈൻസ്. ഓക്കെ, അപ്പം ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലാണ് നോക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ലെങ്തി ആയി, അതുകൊണ്ട് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ട്രാഫിക് സയൻസ് മുതൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയ കാര്യങ്ങൾ ട്രാഫിക് സ്റ്റഡീസ് നോക്കി അല്ലേ. ട്രാഫിക് സ്റ്റഡീസിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒന്ന്, ട്രാഫിക് വോള്യൂം സ്റ്റഡീസ് പഠിച്ചു. ദെൻ ട്രാഫിക് റെഗുലേഷൻസിനകത്ത് റോഡ് ജംഗ്ഷൻസും ട്രാഫിക് ഐലാൻഡ്സും പഠിച്ചു. ഇനി നമുക്ക് ട്രാഫിക് സൈൻസും ഗ്രേഡ് സെപ്പറേഷനും പേയ്മെൻറ്റ് മാർക്കിങ്സും ആണുള്ളത്. ഈ ഒരു പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു. നോട്ട് എല്ലാവരും എഴുതണം. നോട്ട് എഴുതിയിട്ട് നോട്ട് സബ്മിറ്റ് ചെയ്യണം കേട്ടോ.